നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും ഇന്ത്യൻ പീപ്പിൾ ടിവിയിലേക്ക് സ്വാഗതം. ഞാൻ മിനി. പ്രധാന വാർത്തകൾ. കപ്പിനും ചുണ്ടിനുമിടയിൽ സ്വർണ്ണക്കപ്പ് കൈവിട്ട് പാലക്കാട്. കലാകിരീടം തൃശൂർ നേടി. മലയാളികളുടെ ആകാശ കാഴ്ചകളിൽ വിസ്മയം തീർത്ത് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം. കരിമ്പുഴയിൽ ഇനി അല്പം മധുരം നിറഞ്ഞ സേവനങ്ങൾ സ്വീകരിക്കാം. മലമ്പുഴ മറൈൻ അക്വേറിയം നവീകരിക്കുന്നു. വാർത്തകൾ വിശദമായി. കപ്പിനും ചുണ്ടിനുമിടയിൽ സ്വർണ്ണക്കപ്പ് കൈവിട്ട് പാലക്കാട്. കലാകിരീടം തൃശൂർ നേടി. അക്ഷരാർത്ഥത്തിൽ കപ്പിനും ചുണ്ടിനുമിടയിൽ പാലക്കാടിനെ പിന്നിലാക്കി സ്വർണ്ണക്കപ്പിൽ മുത്തമിട്ട് തൃശൂർ. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് തലസ്ഥാനത്ത് കുടിയിറങ്ങുമ്പോൾ കേവലം ഒരൊറ്റ പോയിന്റിനാണ് പാലക്കാടിന് കലാകിരീടം കൈവിട്ടത്. 26 വർഷങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷമാണ് തൃശൂർ പേരൂർ സ്വർണ്ണക്കപ്പ് ഏറ്റുവാങ്ങുന്നത്. ഒടുവിൽ 99-ലായിരുന്നു തൃശൂർ കപ്പ് നേടിയത്. 1008 പോയിന്റാണ് തൃശൂർ സ്വന്തമാക്കിയത്. 1003 പോയിന്റുകൾ നേടി കണ്ണൂർ മൂന്നാമതെത്തി. 1000 പോയിന്റ് ലഭിച്ച കോഴിക്കോടിനാണ് 4ാം സ്ഥാനം. സ്കൂളുകളിൽ മറ്റുള്ളവരെ ബഹുദൂരം പിന്തള്ളി 12ാം തവണ ആലത്തൂർ BSS ഗുരുകുലം സ്കൂൾ സർവാധിപത്യം തുടർന്നു. മലയാളികളുടെ ആകാശ കാഴ്ചകളിൽ വിസ്മയം തീർത്ത് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം മലയാളികളുടെ ആകാശത്ത് ദൃശ്യമായി. ഇന്ന് പുലർച്ചെ 5:25-നാണ് ആകാശത്ത് ബഹിരാകാശ നിലയം കേരളത്തിൽ ദൃശ്യമായത്. സാധാരണ കാണുന്ന നക്ഷത്രത്തിന്റെ 4 ഇരട്ടി വലിപ്പത്തിലാണ് സ്റ്റേഷൻ ദൃശ്യമായത്. ഇനി നാളെ രാവിലെ 6:07-ന് ഒരിക്കൽ കൂടി ബഹിരാകാശ സ്റ്റേഷൻ നമ്മുടെ ബഹിരാകാശത്ത് ദൃശ്യമാകും. ഭൂമിയിൽ നിന്ന് 400 കിലോമീറ്റർ അകലെ കൂടി സഞ്ചരിക്കുന്ന ബഹിരാകാശ സ്റ്റേഷൻ മണിക്കൂറിൽ 27,000 കിലോമീറ്റർ വേഗതയിലാണ് സഞ്ചരിക്കുന്നത്. 109 മീറ്റർ നീളവും 73 മീറ്റർ വീതിയുമുള്ള ബഹിരാകാശ സ്റ്റേഷന് ഭാരം 4.5 ലക്ഷം കിലോഗ്രാമാണ്. ഇതിലാണ് കഴിഞ്ഞ 6 മാസമായി സുനിത വില്യംസ് ഉള്ളത്. നിരവധി പേരാണ് ആകാശ ദൃശ്യങ്ങളുടെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുള്ളത്. കരിമ്പുഴയിൽ ഇനി അല്പം മധുരം നുണഞ്ഞ് സേവനങ്ങൾ സ്വീകരിക്കാം. ഇനി അല്പം മധുരം ആസ്വദിച്ച് സേവനങ്ങൾ സ്വീകരിക്കാം. കൗതുകമാർന്ന ഈ അറിയിപ്പ് കരിമ്പുഴയിൽ നിന്നുമാണ്. വിവിധ ആവശ്യങ്ങൾക്കായി ഗ്രാമപഞ്ചായത്ത് കാര്യാലയത്തിൽ എത്തുന്നവരെ കാത്ത ചായയും ഐസ്ക്രീമും പായസവും ഉണ്ടാവും. 2K25 എന്ന പേരിൽ സ്വന്തം ഓണറേറിയം തുക വിനിയോഗിച്ച് പ്രസിഡന്റ് KM ഹനീഫയാണ് ഇത്തരമൊരു നവീന പദ്ധതിക്ക് തുടക്കം കുറിക്കുന്നത്. പ്രതിദിനം വിവിധ ആവശ്യങ്ങളുമായി ശരാശരി 50 മുതൽ 100 വരെ പേർ പഞ്ചായത്ത് ഓഫീസിൽ എത്തുന്നുണ്ടെന്നും ശരാശരി അരമണിക്കൂർ അവിടെ ചെലവഴിക്കേണ്ടി വരുന്നുണ്ടെന്നും പ്രസിഡന്റ് KM ഹനീഫ പറഞ്ഞു. അവർക്കായാണ് 2K25 പദ്ധതി നടപ്പാക്കുന്നത്. 4 ദിവസം ചായയും ഓരോ ദിവസം വീതം ഐസ്ക്രീമും പായസവുമാണ് നൽകുക. ചായ ജിഞ്ചർ, ലെമൺ, ഗ്രീൻ, പൈനാപ്പിൾ എന്നിങ്ങനെ 4 തരമുണ്ടാകും. പുറമെ വിവാഹ രജിസ്റ്റർ ചെയ്യാനെത്തുന്ന നവവധൂവരന്മാർക്ക് സമാന പദ്ധതിയും ആലോചനയുണ്ടെന്ന് KM ഹനീഫ അറിയിച്ചു. പഞ്ചായത്ത് ഫണ്ടിൽ നിന്നുള്ള തുക ഉപയോഗിക്കാനുള്ള പ്രായോഗിക തടസ്സം കണക്കിലെടുത്ത് തന്റെ ഓണറേറിയത്തിൽ നിന്നുള്ള തുക ഉപയോഗിച്ചാവും 2K25 നടപ്പിലാക്കുകയെന്ന് KM ഹനീഫ അറിയിച്ചു. നാളെ രാവിലെ 9:30-ന് പദ്ധതിയുടെ ഉദ്ഘാടനം നടക്കും. DCC പ്രസിഡന്റ് A തങ്കപ്പൻ, KTDC ചെയർമാൻ PK ശശി, മുസ്ലിം ലീഗ് നേതാവ് PA തങ്ങൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് പ്രസിഡന്റ് അറിയിച്ചു. മലമ്പുഴ മറൈൻ അക്വേറിയം നവീകരിക്കുന്നു. 90 ലക്ഷം വിനിയോഗിച്ച മലമ്പുഴയിലെ മറൈൻ അക്വേറിയം നവീകരിക്കുന്നു. 60 വർഷങ്ങളോളം പഴക്കമുള്ള അക്വേറിയം 10 വർഷം മുമ്പാണ് നവീകരിച്ചിരുന്നത്. ആധുനിക സൗകര്യങ്ങളോടെ നവീകരണം പൂർത്തീകരിച്ച് അക്വേറിയം ഫെബ്രുവരിയിൽ സന്ദർശകർക്ക് തുറന്നുകൊടുക്കാനാവുമെന്നാണ് പ്രതീക്ഷ. പഴയ അക്വേറിയത്തിനകത്ത് കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കുന്ന പ്രവൃത്തികളാണ് നടക്കുന്നത്. പുറത്ത് പെയിന്റ് അടിച്ചും ചുറ്റും പൂന്തോട്ടം ഒരുക്കിയും ദീപാലങ്കാരങ്ങൾ സ്ഥാപിച്ചും മുന്നിലായുള്ള ഫൗണ്ടൻ മോടി പിടിപ്പിച്ചുമാണ് നവീകരണം. സമീപത്തെ കുളം നവീകരിച്ച് മത്സ്യങ്ങളെ അതിലേക്ക് നിക്ഷേപിക്കും. ഉദ്യാനത്തിലെ പുഷ്പമേളയ്ക്ക് ശേഷം സൗരോർജ്ജ പ്ലാന്റുകൾ സ്ഥാപിക്കലും ശീതീകരണവും പരിഗണനയിലുണ്ട്. പഴയ അക്വേറിയം പെയിന്റ് അടിച്ച് മനോഹരമാക്കി അതേപടി നിലനിർത്താൻ നടപടികൾ ഉണ്ടായില്ല. പുഷ്പമേളയുടെ ഭാഗമായി പുതിയ അക്വേറിയത്തിലും പഴയ അക്വേറിയത്തോട് ചേർന്നുള്ള കുളത്തിലും അലങ്കാര മത്സ്യങ്ങളുടെ പ്രദർശനം ഉണ്ടാകും. മലമ്പുഴ ഉദ്യാനം കാണാനെത്തുന്നവർ സമീപത്തെ അക്വേറിയം, റോപ്പ് വേ, റോക്ക് ഗാർഡൻ, സ്നേക് പാർക്ക് എന്നിവയും സന്ദർശിക്കുക പതിവാണ്. പഴയ ഫിഷ് അക്വേറിയം മുഖം മിനുക്കി പുതുവർഷത്തിൽ സന്ദർശകരെ കാത്തിരിക്കുകയാണ്. ട്രെയിനിൽ നിന്നും കഞ്ചാവ് പിടികൂടി. ട്രെയിനിൽ നിന്ന് കഞ്ചാവ് പിടികൂടി. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലെ 5ാം നമ്പർ പ്ലാറ്റ്ഫോമിലെത്തിയ വണ്ടി നമ്പർ 200924 തിരുനെൽവേലി ഹംസഫർ എക്സ്പ്രസിലെ ജനറൽ കമ്പാർട്ട്മെന്റിൽ നിന്നാണ് 4 കിലോ 878 ഗ്രാം കഞ്ചാവ് കണ്ടെടുത്തത്. 5 പൊതികളിലായി സൂക്ഷിച്ച നിലയിലായിരുന്നു കഞ്ചാവ്. റെയിൽവേ പോലീസ് SI അനിൽകുമാർ മാത്യുവിന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന നടത്തിയത്. ഒരു ഇടവേളയ്ക്ക് ശേഷം കൂടുതൽ വാർത്തകളിലേക്ക് വരാം. ഹാപ്പി ബർത്ത്ഡേ അമ്മ. താങ്ക് യു മോളെ. സ്വർണ്ണായിരിക്കും. അതെ, പരസ്യത്തിൽ കാണുന്ന സ്വർണ്ണാണെങ്കിൽ ഇതിട്ടിട്ട് ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞാ ഒരുപാട് ആൾക്കാർ ഇതേ ഡിസൈൻ ഇട്ടിട്ട് വരും. അമ്മ ഇതൊന്ന് തുറന്നു നോക്ക്. നമ്മുടെ മനസ്സിനിണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ അതേപടി ആധുനിക സാങ്കേതികതയോടു കൂടി വിശ്വാസപൂർണമായി ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകളുണ്ട്. പൂക്കൾ ഇഷ്ടമുള്ള അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ. സ്വീറ്റ് അമ്മ. വ്യത്യസ്തമാണ് മറ്റുള്ളവരിൽ നിന്നും. പ്രേംദീപ് ജുവൽസ്, ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. വാർത്തകൾ തുടരുന്നു.
സ്കൂൾ ബസും സ്വകാര്യ ബസും കൂട്ടിയിടിച്ച് വിദ്യാർത്ഥികളടക്കം 7 പേർക്ക് പരിക്ക്. സ്കൂൾ ബസും സ്വകാര്യ ബസും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ 5 വിദ്യാർത്ഥികളടക്കം 7 പേർക്ക് പരിക്കേറ്റു. മുഹമ്മദ് ഷമാസ്, ആസിഫ് അലി, സൈഫുദ്ദീൻ, ലബീദ്, അർഷാദ് എന്നിവരാണ് പരിക്കേറ്റ വിദ്യാർത്ഥികൾ. ഇവരുടെ പരിക്ക് ഗുരുതരമല്ല. പൊമ്പ്ര PPTMH സ്കൂൾ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. കൂട്ടിലക്കടവ് മണ്ണോത്തുപടിയിൽ വെച്ചാണ് ഇന്ന് രാവിലെ 9 മണിക്ക് അപകടം സംഭവിച്ചത്. മണ്ണാർക്കാട് കൂട്ടിലക്കടവ് റൂട്ടിലോടുന്ന സ്വകാര്യ ബസ് രാവിലെ കൂട്ടിലക്കടവിൽ നിന്ന് വരുമ്പോഴാണ് അപകടം നടന്നത്. രാവിലെ ആയതിനാൽ സ്കൂൾ ബസ്സിൽ അധികം കുട്ടികളില്ലാതിരുന്നതിനാൽ വലിയ ആളപായം ഒഴിവായി. നേർച്ചയ്ക്കിടെ ഇടഞ്ഞ ആന പരിഭ്രാന്തി പടർത്തി. നിരവധി പേർക്ക് പരിക്ക്. പുതിയങ്ങാടി നേർച്ചയ്ക്കിടെ ആന ഇടഞ്ഞു. നിരവധി ആളുകൾക്ക് പരിക്കേറ്റു. തിരൂർ BP അങ്ങാടി നേർച്ചയ്ക്കിടയിലാണ് ആന ഇടഞ്ഞത്. ഭയന്ന് ഓടുന്നതിനിടയിൽ വീണും തിക്കിലും തിരക്കിലും പെട്ട് കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെ നിരവധി ആളുകൾക്ക് പരിക്കേറ്റു. പരിഭ്രാന്തനായ ആന ഒരാളെ തൂക്കിയെറിയാൻ ശ്രമിച്ചു. ഇയാൾ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ ചികിത്സയിലാണ്. പാക്കത്ത് ശ്രീകുട്ടൻ എന്ന ആനയാണ് ഇടഞ്ഞത്. നേർച്ചയുടെ സമാപന ദിവസമായ ഇന്നലെ രാത്രി 12:30 സംഭവം. പോത്തന്നൂരിൽ നിന്ന് വന്ന വരവ് യാറത്തിന് മുന്നിൽ എത്തിയപ്പോഴാണ് ആന ഇടഞ്ഞത്. പാപ്പാൻ ഇടപെട്ട് ആനയെ തളച്ചത് കൂടുതൽ അപകടം ഒഴിവായി. രേഖകളില്ലാത്ത സ്ഫോടക വസ്തുക്കൾ പിടികൂടി. പാലക്കാട് എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡ് നടത്തിയ വാഹന പരിശോധനയ്ക്കിടെ പിക്കപ്പ് വാനിൽ സ്ഫോടക വസ്തുക്കൾ പിടികൂടി. 2 യുവാക്കളെ കസ്റ്റഡിയിലെടുത്തു. തമിഴ്നാട്ടിൽ നിന്നും കൊണ്ടുവരികയായിരുന്ന 14,000 ജലാറ്റിൻ സ്റ്റിക്കുകളും 6,000 ഡിറ്റനറേറ്റുകളുമാണ് കണ്ടെടുത്തത്. വാഹനത്തിലുണ്ടായിരുന്ന അങ്കമാലി മൂലേപ്പാറ ചുള്ളി ഓലിയപ്പുറ വീട്ടിൽ ജെയിംസ് മാത്തച്ചൻ, ചാലക്കുടി എലിഞ്ഞിപ്ര പൊന്മാണി വീട്ടിൽ വിവേക് വിൽസൺ എന്നിവരെ എക്സൈസ് സംഘം കസ്റ്റഡിയിലെടുത്തു. സ്ഫോടക വസ്തുക്കളെയും കസ്റ്റഡിയിലെടുത്തവരെയും കൊഴിഞ്ഞാമ്പാറ പോലീസിന് കൈമാറി. അങ്കമാലിയിലേക്കാണ് സ്ഫോടക വസ്തുക്കൾ കൊണ്ടുപോകുന്നതെന്ന് പിടിയിലായവർ മൊഴി നൽകിയെന്ന് പോലീസ് പറഞ്ഞു. കർഷകർക്ക് ആവശ്യമില്ലാത്ത വളങ്ങളും രാസവള കമ്പനികൾ അടിച്ചേൽപ്പിക്കുന്നുവെന്ന് അഗ്രോ ഇൻപുട്സ് അസോസിയേഷൻ. രാസവള മന്ത്രാലയത്തിന്റെ നിയമപരമായ നിർദ്ദേശം അവഗണിച്ച് രാസവള കമ്പനികൾ കർഷകർക്ക് ആവശ്യമില്ലാത്ത വളങ്ങളും കീടനാശിനികളും അടിച്ചേൽപ്പിക്കുകയാണെന്ന് അഗ്രോ ഇൻപുട്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് സുബി ഭാസ്കരൻ വാർത്താ സമ്മേളനത്തിൽ അഭിപ്രായപ്പെട്ടു. കർഷകർക്ക് ആവശ്യമായ രാസവളം യഥാസമയം എത്തിക്കാത്തത് മൂലം വ്യാപകമായ കൃഷിനാശമാണ് സംഭവിക്കുന്നത്. കർഷകർക്ക് ഏറെ ആവശ്യം വരുന്ന ഫാക്ടംഫോസ്, യൂറിയ, പൊട്ടാഷ് കോംപ്ലക്സ് തുടങ്ങിയ വളങ്ങൾക്കൊപ്പമാണ് കർഷകർക്ക് ആവശ്യമായ വളങ്ങളും അടിച്ചേൽപ്പിക്കുന്നത്. 2012 സ്റ്റാർട്ട് മന്ത്രാലയത്തിന്റെ നിർദ്ദേശത്തിന് വിരുദ്ധമായാണ് FACT ഉൾപ്പെടെയുള്ള രാസവള കമ്പനികൾ പ്രവർത്തിക്കുന്നത്. ഗുണമേന്മയില്ലാത്തതും കാലാവധി കഴിഞ്ഞതുമായ വളങ്ങളാണ് കർഷകർക്ക് അടിച്ചേൽപ്പിക്കുന്നത്. കോയമ്പത്തൂരിലെ വേസ്റ്റ് മാനേജ്മെന്റ് സിസ്റ്റത്തിൽ നിന്നും വാങ്ങി FACT സ്വന്തം ബ്രാൻഡ് ചാക്കിലാക്കിയാണ് കമ്പോസ്റ്റ് വളം കർഷകരെ അടിച്ചേൽപ്പിക്കുന്നത്. കോയമ്പത്തൂരിൽ നിന്നും 3 രൂപയിൽ താഴെ വില നൽകി FACT വാങ്ങിക്കുന്ന കമ്പോസ്റ്റ് 6 രൂപയ്ക്കാണ് വിൽക്കുന്നത്. കേരളത്തിൽ എമറാൾഡ് വളം നൽകാതെ FACT ഉൾപ്പെടെ കമ്പനികൾ ഉത്തരേന്ത്യയിലേക്ക് വളം കയറ്റി അയക്കുകയാണ്. രാസവള കമ്പനികൾ ചെയ്യേണ്ടതും ചെയ്യാൻ പാടില്ലാത്തതും നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നതുമായ കാര്യങ്ങൾ വെച്ച് പ്രധാനമന്ത്രി, രാസവള മന്ത്രാലയം, മുഖ്യമന്ത്രി, MP-മാർ, രാസവള പ്രതിനിധികൾ എന്നിവർക്ക് നിവേദനം സമർപ്പിച്ചുവെങ്കിലും നടപടിയുണ്ടായില്ല. വൻതോതിൽ കേന്ദ്ര സബ്സിഡി കൈപ്പറ്റി കർഷക ദ്രോഹ നയമാണ് രാസവള കമ്പനികൾ നടപ്പിലാക്കുന്നതെന്നും സുബി ഭാസ്കരൻ പറഞ്ഞു. കർഷകരായ K. ശിവാനന്ദൻ, C. വിജയൻ, C. പ്രഭാകരൻ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. അത് പറയാൻ കാരണം, ഒരു പെട്രോൾ പമ്പിൽ പെട്രോൾ അടിക്കാൻ നമ്മളൊരു കൺസ്യൂമർ ചെന്ന് കഴിഞ്ഞാൽ 10 ലിറ്റർ പെട്രോൾ അടിക്കാൻ പറയുമ്പോൾ 5 ലിറ്റർ ഓയിലൂടെ വാങ്ങിയാലേ പെട്രോൾ തരാൻ പറ്റൂ എന്ന് പറയാൻ കഴിയുമോ? ഇതാണ് നമ്മുടെ ചോദ്യം. ഓയിൽ ആവശ്യമുള്ളവർ വാങ്ങട്ടെ, അതിനല്ലേ പെട്രോൾ പമ്പുകളിൽ തന്നെ ഓയിൽ ലഭ്യമാണ് എന്ന് പറഞ്ഞാൽ രാസവള വ്യാപാരികൾ രാസവളം വാങ്ങാൻ വരുന്ന കൃഷിക്കാരുടെ അടുത്ത് ഇവർ കെട്ടിയേൽപ്പിച്ചിട്ടുള്ള സാധനങ്ങൾ കൂടിയെടുത്താൽ പറ്റുള്ളൂ എന്ന രീതിയിൽ ആ ഒരു സ്ഥിതിയിലേക്ക് ഞങ്ങളെ ഈ രാസവള കമ്പനികൾ എല്ലാവരും കൊണ്ട് എത്തിച്ചിരിക്കുകയാണ്. എങ്ങനെ കർഷകരോട് പറയാൻ കഴിയും? ഞങ്ങളുടെ വ്യാപാരികൾ, കേരളത്തിൽ മൊത്തമുള്ള വ്യാപാരികളുടെ കടകളിൽ ഇവർ കെട്ടിയേൽപ്പിച്ച നാനോ, യൂറിയ അടക്കമുള്ള വളങ്ങൾ കാലാവധി കഴിഞ്ഞത് 1000കണക്കിന് ലിറ്ററാണ് കെട്ടിക്കിടക്കുന്നത്. അതുപോലെ കമ്പോസ്റ്റ് വളം ഓർഗാനിക് മാനുവർ എന്ന രീതിയിൽ FACT തന്നെ കോയമ്പത്തൂര് ഇന്റഗ്രേറ്റഡ് വേസ്റ്റ് മാനേജ്മെന്റ് കമ്പനിയുടെ ആ കമ്പനി ഉൽപ്പാദിപ്പിക്കുന്ന, അന്യസംസ്ഥാനത്ത് ഉൽപ്പാദിപ്പിക്കുന്ന സിറ്റി വേസ്റ്റ് കമ്പോസ്റ്റ് പ്രോസസ് ചെയ്തത് FACT ചാക്കിൽ കൊടുത്ത് ഫാക്ട് ഓർഗാനിക് മാനുവർ എന്ന ബ്രാൻഡില് നമ്മളെ അടിച്ചേൽപ്പിക്കുന്നു. ഈ സാധനം ഞങ്ങളുടെ ബില്ല് ഈ കോയമ്പത്തൂർ ഇന്റഗ്രേറ്റഡ് ന്യൂട്രിയൻ മാനേജ്മെന്റ് വേസ്റ്റ് മാനേജ്മെന്റ് കമ്പനി ഞങ്ങൾക്ക് അവർ FACTക്ക് കൊടുക്കുന്ന ബില്ല് ഞങ്ങളുടെ കൈവശം കിട്ടി. 2 രൂപ ചില്ലറ പൈസയ്ക്കാണ് 1 കിലോ വളം അവർ FACTക്ക് കൊടുക്കുന്നത്. ആ സാധനം കൃഷിക്കാർക്ക് 6 രൂപയ്ക്കാണ് FACT വിൽക്കുന്നത്.
പുസ്തക നിറവ് ദ്വിദിന പ്രദർശനത്തിന് വാണിയംകുളത്ത് തുടക്കം. പുസ്തക നിറവ് ആരംഭിച്ചു. സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ജില്ലയിൽ സംഘടിപ്പിക്കുന്ന പുസ്തക നിറവ് 2025 പദ്ധതി വാണിയംകുളം TRK സ്കൂളിൽ പി മമ്മിക്കുട്ടി MLA ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസവും സംസ്കാരവും പരസ്പര പൂരകങ്ങളാണെന്നും വായനയിലൂടെ മികച്ച സംസ്കാരമുള്ള ജനതയെ സൃഷ്ടിക്കാനാവുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഭരണസമിതി അംഗം അഡ്വക്കേറ്റ് M രണ്ടീഷ് അധ്യക്ഷനായിരുന്നു. മലയാള ഭാഷയ്ക്ക് നിസ്തുല സംഭാവനകൾ നൽകിയ ഡോക്ടർ K ഭാരതിയെ ചടങ്ങിൽ ആദരിച്ചു. സാഹിത്യ മത്സരങ്ങളിൽ വിജയിച്ച കുട്ടികൾക്കുള്ള സമ്മാനങ്ങൾ വാണിയംകുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K ഗംഗാധരൻ വിതരണം ചെയ്തു. വാർഡംഗം ആശാദേവി, ഒറ്റപ്പാലം താലൂക്ക് ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് KP സുധീർ, TRK HSS പ്രിൻസിപ്പൽ രാജീവ് K, PTA പ്രസിഡന്റ് സതീഷ് കുമാർ, വിദ്യാരംഗം കലാസാഹിത്യവേദി ജോയിന്റ് കൺവീനർ വസിത് C എന്നിവർ സംസാരിച്ചു. 237 ബാലസാഹിത്യ പുസ്തകങ്ങൾ സ്കൂളിൽ നാളെയും കൂടി പ്രദർശിപ്പിക്കും. കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും പൊതുജനങ്ങൾക്കും ഇവിടെ നിന്ന് പുസ്തകങ്ങൾ വാങ്ങാം. കുട്ടികൾക്കുള്ള സാഹിത്യ മത്സരങ്ങൾ, സാംസ്കാരിക സമ്മേളനങ്ങൾ, മലയാള ഭാഷയ്ക്ക് സംഭാവനകൾ നൽകിയ മുതിർന്ന അധ്യാപകരെ ആദരിക്കുന്ന ചടങ്ങ്, കുട്ടികൾക്കുള്ള പുസ്തകങ്ങളുടെ പ്രദർശനവും വിൽപ്പനയും അടക്കം വിവിധ പരിപാടികളാണ് പുസ്തക നിറവിൽ ഉൾപ്പെടുത്തുന്നത്. ജില്ലയിലെ 10 സ്കൂളുകൾ കേന്ദ്രീകരിച്ച് നടക്കുന്ന പുസ്തക നിറവ് ഒരു മാസത്തോളം നീണ്ടു നിൽക്കും. മറ്റു വാർത്തകളിലേക്ക് വരാം ഒരു ഇടവേളയ്ക്ക് ശേഷം. ഹാപ്പി ബർത്ത്ഡേ അമ്മ. താങ്ക് യു മോളെ. ടെൻറ്റഡാങ്. സ്വർണ്ണ ആയിരിക്കും. അതെ, പരസ്യത്തിൽ കാണുന്ന സ്വർണ്ണാണെങ്കില് ഇതിട്ടിട്ട് ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞാ ഒരുപാട് ആൾക്കാർ ഇതേ ഡിസൈൻ ഇട്ടിട്ട് വരും. അമ്മ ഇതൊന്ന് തുറന്നു നോക്ക്. നമ്മുടെ മനസ്സിനിണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ അതേപടി ആധുനിക സാങ്കേതികതയോടു കൂടി വിശ്വാസപൂർണമായി ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകളുണ്ട്. പൂക്കൾ ഇഷ്ടമുള്ള അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ. സ്വീറ്റ് അമ്മ. വ്യത്യസ്തമാണ് മറ്റുള്ളവരിൽ നിന്നും. പ്രേംദീപ് ജുവൽസ്, ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചെക്കന്റെയും പെണ്ണിന്റെയും പൊരുത്തം ചേർന്ന് വന്നാൽ തന്നെ കല്യാണം കഴിഞ്ഞ പോലെ. അതെങ്ങനെ ശരിയാകും? ഞങ്ങൾക്കും പൊരുത്തം നോക്കണ്ടേ? നിങ്ങൾക്കോ? അമ്മയ്ക്ക് പൊരുത്തമായ കാഞ്ചീപുരം പട്ട്, എനിക്ക് പൊരുത്തമായ ബനാറസി, ചേട്ടന് പൊരുത്തമായ കുർത്ത, ചേച്ചിക്ക് പൊരുത്തമായ ലെഹങ്ക, പിന്നെ മുത്തശ്ശനും മുത്തശ്ശിക്കും നമ്മുടെ പാരമ്പര്യത്തിന് പൊരുത്തമായ കസവ് സാരി, കസവുമുണ്ട്. കുട്ടികളുടെ ട്രെൻഡിന് പൊരുത്തമായ പുതുപുത്തൻ കളക്ഷൻ. ഇങ്ങനെ എല്ലാ പൊരുത്തങ്ങളും ചേരുന്നയിടം ശ്രീ ഗണപതി സിൽക്സ്. ഏവർക്കും പൊരുത്തമായ വസ്ത്രങ്ങൾക്ക് ശ്രീ ഗണപതി സിൽക്സ് ഓഗസ്റ്റ് 23 മുതൽ പാലക്കാടിലും. വാർത്തകൾ തുടരുന്നു. അപൂർവതയ്ക്ക് ഇടം നൽകി 2025 ഫെബ്രുവരി. 2025 ഫെബ്രുവരി ഒരു അപൂർവതയ്ക്ക് ഇടം നൽകുന്ന മാസമായിരിക്കും. ഈ വർഷത്തെ ഫെബ്രുവരി മാസത്തിൽ തിങ്കൾ മുതൽ ഞായർ വരെയുള്ള എല്ലാ ദിവസങ്ങളിലും കൃത്യം 4 തവണ കടന്നു വരുന്നു എന്നതാണ് ഈ അപൂർവത. ഇനി ഇങ്ങനെയൊരു ഫെബ്രുവരി 823 വർഷങ്ങൾക്ക് ശേഷമേ ഉണ്ടായിരിക്കൂ എന്നറിയുമ്പോഴാണ് ഈ അപൂർവതയുടെ പ്രാധാന്യം ബോധ്യമാകും. ചാർട്ടേഡ് അക്കൗണ്ടൻസ് ക്രിക്കറ്റ് ടൂർണമെന്റ് കല്ലേക്കാട്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഓഫ് ഇന്ത്യ പാലക്കാട് ശാഖയുടെ ക്രിക്കറ്റ് ടൂർണമെന്റ് 10-11 തീയതികളായി കല്ലേക്കാട് വ്യാസ വിദ്യാപീഠം മൈതാനത്തിൽ നടക്കും. ജോലി സമ്മർദ്ദങ്ങളെ അതിജീവിച്ച് മാനസിക ഉല്ലാസത്തിനായാണ് കായിക വിനോദങ്ങൾ സംഘടിപ്പിക്കുന്നതെന്ന് കൺവീനർ B ജയരാജൻ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 2 ദിവസത്തെ ടൂർണമെന്റിൽ 9 ടീമുകളാണ് പങ്കെടുക്കുക. തിരുവനന്തപുരം, ആലപ്പുഴ, കൊല്ലം, കോട്ടയം, എറണാകുളം, തൃശൂർ, പാലക്കാട്, കോഴിക്കോട്, കണ്ണൂർ എന്നീ ജില്ലകളിലെ ടീമുകളാണ് മത്സരത്തിൽ പങ്കെടുക്കുന്നത്. ക്രിക്കറ്റ് നിയമങ്ങൾ പാലിച്ചുകൊണ്ട് ടെന്നീസ് ബോൾ ഉപയോഗിച്ച് 20 ഓവർ മത്സരമാണ് സംഘടിപ്പിക്കുന്നത്. ടൂർണമെന്റിലെ വിജയികൾക്ക് നവരത്ന ക്രിക്കറ്റ് ട്രോഫിയും മികച്ച പ്രകടനത്തിനുള്ള വ്യക്തിഗത അവാർഡുകളും നൽകും. രാഹുൽ മാങ്കുളത്തിൽ MLA സമാപന ചടങ്ങിൽ മുഖ്യാതിഥിയായിരിക്കുമെന്നും ജയരാജ് അറിയിച്ചു. ICAI പാലക്കാട് ശാഖാ ചെയർമാൻ CA മഹേഷ് വർഗീസ്, ടൂർണമെന്റ് ചെയർമാൻ CA KV വാസുദേവൻ, കമ്മിറ്റി മെമ്പർ CA സരിൻ, ചന്ദ്രൻ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ടീമുകളൊക്കെ സജ്ജമായ ടീമുകൾ സ്ഥിരമായി കളിക്കുന്ന ടീമുകളാണ് വരുന്നത്. പക്ഷെ പ്രൊഫഷണൽ ടീമല്ല, പക്ഷെ അവരൊക്കെ കളിക്കുന്ന ടീമുകളാണ്. മുമ്പത്തെക്കാളും ഒരു 150ഓളം ചാർട്ടർ അക്കൗണ്ട്സ്, എല്ലാ ചാർട്ടർ അക്കൗണ്ട്സ് കളിക്കുന്നത്. അപ്പൊ ഇത് മുമ്പൊക്കെ ആണെങ്കിൽ അധികം ചെറുപ്പക്കാര് എല്ലാ വയസ്സന്മാരായിരിക്കും ചാർട്ടർ അക്കൗണ്ട്സ് നമ്മളത്തെ കേസിലാണ്. ഇപ്പൊ എല്ലാം ധാരാളം ചെറുപ്പക്കാരുണ്ട്, കളിക്കാനൊക്കെ ഒരു കുറച്ചുകൂടി രസകരമായ കളിക്കാൻ പറ്റും. അപ്പൊ എല്ലാവരും വന്ന് അവിടെ നമുക്ക്. മൊബൈൽ ടവർ നിർമ്മാണത്തിനെതിരെ പാലക്കാട് പുത്തൂരിൽ നാട്ടുകാർ. പാലക്കാട് പുത്തൂരിൽ കല്ലേപ്പള്ളി റോഡിൽ വെള്ളോലി 3-ാം ലൈനിൽ പുരോഗമിക്കുന്ന മൊബൈൽ ടവർ നിർമ്മാണത്തിനെതിരെ നാട്ടുകാർ രംഗത്ത്. പുത്തൂർ റെസിഡൻസ് അസോസിയേഷൻ വിവിധ കേന്ദ്രങ്ങളിൽ പരാതി നൽകി. ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന മേഖലയിൽ നിലവിൽ BSNL ടവർ ഉണ്ട്. എയർടെൽ കമ്പനിയാണ് പുതുതായി ടവർ സ്ഥാപിക്കുന്നത്. ടവറുകളുടെ ആധിക്യം ജനങ്ങളുടെ ആരോഗ്യ സുരക്ഷയ്ക്ക് വെല്ലുവിളി ഉയർത്തുമെന്ന് പരാതിയിൽ പറയുന്നു. പരിസരവാസികളുമായി ബന്ധപ്പെട്ടവർ യാതൊരു കൂടിയാലോചനകളും നടത്തിയിട്ടില്ലെന്നും പരാതി ചൂണ്ടിക്കാട്ടുന്നു. പരിസ്ഥിതി സംരക്ഷണം, ബയോഡൈവേഴ്സിറ്റി നിയമങ്ങളുടെ
പരിധിയിൽ വരുന്ന വിഷയമാണിതെന്നും പരാതിയിൽ പറയുന്നു. ടവർ നിർമ്മാണം അടിയന്തരമായി നിർത്തിവെക്കാൻ ഇടപെടൽ ആവശ്യപ്പെട്ട് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ, നഗരസഭ ബയോഡൈവേഴ്സിറ്റി ചെയർമാൻ, കൺവീനർ, ദുരന്ത നിവാരണ കമ്മിറ്റി ചെയർമാൻ എന്നിവർക്കാണ് റെസിഡൻസ് അസോസിയേഷൻ പരാതി നൽകിയിരിക്കുന്നത്. KNM സംസ്ഥാന മദ്രസ സർഗമേള 11-ന് പറളിയിൽ. കേരള നദ്വത്തുൽ മുജാഹിദീൻ KNM സംസ്ഥാന വിദ്യാഭ്യാസ ബോർഡിന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന സംസ്ഥാനതല മദ്രസ സർഗമേള പറളി മുജാഹിദീൻ അറബിക് കോളേജിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 11-ന് നടക്കുന്ന സർഗമേള രാഹുൽ മാങ്കുടത്തിൽ MLA ഉദ്ഘാടനം ചെയ്യും. KNM സംസ്ഥാന വൈസ് പ്രസിഡന്റ് PP ഉണ്ണീൻകുട്ടി മൗലവി അധ്യക്ഷത വഹിക്കും. ചടങ്ങിൽ KNM സംസ്ഥാന സെക്രട്ടറിമാരായ MT അബ്ദുൾ സമദ് സുല്ലമി, ഡോക്ടർ PP അബ്ദുൾ ഹക്ക്, KNM വിദ്യാഭ്യാസ ബോർഡ് സെക്രട്ടറി T അബ്ദുൾ അസീസ് സുല്ലമി, M ഹംസ പുല്ലങ്ങോട്, IMSM സംസ്ഥാന പ്രസിഡന്റ് ഷെരീഫ് മേലേതിൽ, MSM ജില്ലാ പ്രസിഡന്റ് സബാ നിഷാദ് എന്നിവർ സംസാരിക്കും. സമാപന സമ്മേളനം KNM സംസ്ഥാന പ്രസിഡന്റ് TP അബ്ദുള്ള കോയ മദനി ഉദ്ഘാടനം ചെയ്യും. ഡോക്ടർ PP അബ്ദുൾ ഹക്ക് അധ്യക്ഷനായിരിക്കും. ട്രോഫികളും സമ്മാനങ്ങളും സമാപന സെഷനിൽ വിതരണം ചെയ്യും. ജില്ലാതല സർഗമേളകളിൽ 1ാം സ്ഥാനം നേടിയ 1000-ഓളം പ്രതിഭകൾ സംസ്ഥാന സർഗമേളയിൽ മാറ്റുരയ്ക്കും. മുഴുവൻ ജില്ലകളിൽ നിന്നും പ്രതിഭകൾ എത്തും. സബ് ജൂനിയർ, ജൂനിയർ, സീനിയർ വിഭാഗങ്ങളിലായി 54 ഇനങ്ങളിലാണ് സംസ്ഥാന സർഗമേള നടക്കുന്നത്. കിഡ്സ് വിഭാഗ മത്സരങ്ങൾ ജില്ലാതലത്തിൽ അവസാനിച്ചു. മത്സരങ്ങളുടെ തത്സമയ സംപ്രേഷണം ഉണ്ടായിരിക്കും. സർഗമേളയെ സ്വീകരിക്കുന്നതിനു വേണ്ടി PMAC ക്യാമ്പുകൾ ഒരുങ്ങിയതായി സംഘാടകർ അറിയിച്ചു. വാർത്താ സമ്മേളനത്തിൽ T അബ്ദുൾ അസീസ് സുല്ലമി, M ഹംസ പുല്ലങ്ങോട്, ഡോക്ടർ PMA വഹാബ്, NAM ഇസ്ഹാഖ് മൗലവി, P ഉമ്മർ എന്നിവർ പങ്കെടുത്തു. വിദ്യാഭ്യാസ വിഭാഗമായ KNM വിദ്യാഭ്യാസ ബോർഡിന്റെ ആഭിമുഖ്യത്തിൽ കേരളത്തിലെ മദ്രസ വിദ്യാർത്ഥികൾക്ക് വേണ്ടി നടക്കുന്ന ഒരു കലോത്സവം, സർഗമേള എന്നാണ് അതിന്റെ പേര്. സംസ്ഥാന കലോത്സവം പറളി മുജാഹിദീൻ അറബിക് കോളേജിൽ വെച്ച് നടക്കാൻ പോവുകയാണ്. ഈ 11-ാം തീയതി ശനിയാഴ്ച രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 5 മണി വരെയാണ് പ്രോഗ്രാമിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം പാലക്കാട് MLA ശ്രീ രാഹുൽ മാങ്കുട്ടത്തിൽ നിർവഹിക്കും. അതിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് KNMന്റെ സംസ്ഥാന പ്രസിഡന്റ് TP അബ്ദുള്ള കോയ മദനിയാണ്. സ്പെക്ട്ര 2025 ദ്വിദിന പ്രദർശനം ശ്രദ്ധേയമായി. കഞ്ചിക്കോട് ചുള്ളിമട BB കോളേജ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ ആഭിമുഖ്യത്തിൽ സ്പെക്ട്ര 2025 ദ്വിദിന പ്രദർശനം സംഘടിപ്പിച്ചു. കോളേജ് ക്യാമ്പസിൽ നടന്ന ചടങ്ങിൽ പുതുശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് N പ്രസീത പ്രദർശനം ഉദ്ഘാടനം ചെയ്തു. VVE&E ട്രസ്റ്റ് സെക്രട്ടറി S കുട്ടപ്പൻ ചെട്ടിയാർ അധ്യക്ഷനായി. വിദ്യാർത്ഥികളുടെയും ജില്ലയിലെ വ്യവസായികളുടെയും നൂതന പദ്ധതികൾ പ്രദർശനത്തിനുണ്ടായിരുന്നു. DRDO ജില്ലാ വ്യവസായ കേന്ദ്രം, ഖാദി ബോർഡ്, ITI, IRTC, മലബാർ സിമന്റ്, കുടുംബശ്രീ, അഗ്നിരക്ഷാസേന, BSNL തുടങ്ങിയ സ്ഥാപനങ്ങളുടെ സ്റ്റാളുകൾ പ്രദർശനത്തിനുണ്ടായിരുന്നു. ISROയുടെ നേട്ടങ്ങൾ പ്രതിപാദിക്കുന്ന ഡോക്യുമെന്ററി, സെമിനാർ എന്നിവ വിദ്യാർത്ഥികൾക്കും പൊതുജനങ്ങൾക്കും പഠിക്കുവാനും നേരിട്ട് കണ്ട് മനസ്സിലാക്കുവാനും നൂതന സംരംഭങ്ങൾ ആരംഭിക്കുവാനും ഉതകുന്ന ഏറ്റവും ശ്രദ്ധേയമായ നിരവധി സംരംഭങ്ങളും സംവിധാനങ്ങളും എക്സിബിഷനിൽ ഉണ്ടായിരുന്നു. ISRO ശാസ്ത്രജ്ഞ S അനന്തലക്ഷ്മി മുഖ്യാതിഥിയായി പങ്കെടുത്തു. VVE ട്രസ്റ്റ് വൈസ് ചെയർമാൻ C അർജുൻ മാസ്റ്റർ മുഖ്യപ്രഭാഷണം നടത്തി. പഞ്ചായത്ത് അംഗം സിദ്ധാർത്ഥൻ, കോളേജ് അഡ്മിൻ കമ്മിറ്റി സെക്രട്ടറി R രാജമാണിക്യം, NG നടരാജൻ, പടനിലം ചന്ദ്രൻ, പ്രോഗ്രാം കോർഡിനേറ്റർ K സൗമ്യ, PRO ഡോക്ടർ P രാമചന്ദ്രൻ, ശശികുമാർ, ഗിരിജ പ്രസാദ്, സുരഭില, പ്രസിജ, ലളിത, അമല, കുഡ്സിയ എന്നിവർ സംസാരിച്ചു. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ VK സുധാകരൻ സ്വാഗതവും ആർട്സ് ക്ലബ് പ്രസിഡന്റ് മീന PS നന്ദിയും പറഞ്ഞു. പാലക്കാട് ജില്ലയിലെ വിവിധ സ്കൂളിൽ നിന്ന് നിരവധി പേർ എക്സിബിഷനിൽ പങ്കെടുത്തു. ഒരിടവേള കൂടി. പാലക്കാട് വരുമ്പോ പുതിയ കമ്മൽ വാങ്ങിച്ചരാന്ന് പറഞ്ഞിട്ട് ഒരു ചമ്മലും ഇല്ല അല്ലെ? എന്തിനു ഒരു കമ്മലാക്കുന്നേ? ഒരു ആഭരണ ഫാക്ടറിയിലേക്ക് എന്നെ കൊണ്ടുപോയേക്കാം. ഇഷ്ടം പോലെ വാങ്ങിച്ചോ. ആഭരണ ഫാക്ടറിയോ? എവിടെ? നമ്മുടെ പാലക്കാട് തന്നെ. വേഗം റെഡി ആയിക്കോ, പോവാം. ഒരുപാട് ട്രഡീഷൻസ് ഉള്ള നാടാ പാലക്കാട്. ട്രഡീഷണൽ കളക്ഷൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടാ. എന്താ തിളക്കല്ലേ? പാലക്കാടിന്റെ കാര്യം പറഞ്ഞ പാലക്കാമലയുടെ കാര്യമല്ല. പാലക്കാമല മതി. എന്താ സ്റ്റൈല്? ആ അമ്മേ, ഞങ്ങള് പാലക്കാട്ടെ ആഭരണ ഫാക്ടറി കാണാൻ പോവാ. അതമ്മേ, നമ്മുടെ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിൽ നിന്ന് സുൽത്താൻപേട്ടിലേക്ക് പോകുമ്പോ ഒരു 50 മീറ്റർ കഴിയുമ്പോ റൈറ്റ് സൈഡിൽ കാണാം. എന്താ സ്റ്റൈല്? കൊള്ളാലേ? ആന്റിക് ചെട്ടിനാട് ടെമ്പിൾ ലൈറ്റ് വെയിറ്റ്. ഏതാ വേണ്ടത്? എല്ലാം. ആഭരണ ഫാക്ടറി സൂപ്പർ അല്ലേ? ട്രിനിറ്റി സൂപ്പർ. കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് 100% 916 HUID സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം.
Trinity Gold, near Stadium Bus Stand, പാലക്കാട്. മാലിന്യമുക്ത നവകേരളം വിദ്യാർത്ഥി സമൂഹത്തിന്റെ പ്രതിബദ്ധത അറിയിച്ച് ഹരിതസഭ. മലമ്പുഴ ഗ്രാമപഞ്ചായത്തിലെ കുട്ടികളുടെ ഹരിതസഭ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്നു. വിവിധ സ്കൂളുകളിൽ നിന്നും 170 വിദ്യാർത്ഥികളും അധ്യാപക പ്രതിനിധികളും അടക്കം 210 പേർ ഹരിതസഭയിൽ പങ്കാളികളായി. മാലിന്യമുക്ത നവകേരളം എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിനുള്ള വിദ്യാർത്ഥി സമൂഹത്തിന്റെ പ്രതിബദ്ധത വിളിച്ചോതുന്നതായി ഹരിതസഭ. മുഖ്യാതിഥിയായ ജില്ലാ ശുചിത്വ മിഷൻ അസിസ്റ്റന്റ് കോർഡിനേറ്റർ വിദ്യാർത്ഥികൾക്ക് ശുചിത്വ അവബോധം വലിച്ചെറിയൽ വിരുദ്ധ സന്ദേശവും നൽകി. പഞ്ചായത്ത് പ്രസിഡന്റ് രാധിക മാധവൻ വിദ്യാർത്ഥികളുടെ ഹരിതസഭ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് സുമലത മോഹൻദാസ് അധ്യക്ഷയായി. വിവിധ വാർഡുകളിലെ പ്രതിനിധികളും കൗതുകപൂർവ്വം ഹരിതസഭയിൽ പങ്കുചേർന്നു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ സുജാത, 5 അംഗങ്ങളായ ഹേമലത, നിമേഷ്, റാണി ശെൽവൻ, രഞ്ജു കെ, സുനിൽ, സലജ സുരേഷ്, ലീല ശശി, CDS ചെയർപേഴ്സൺ ലീലാവതി എന്നിവർ സംസാരിച്ചു. ഹരിത കർമ്മസേന കൺസോർഷ്യം പ്രതിനിധി സുജാത പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. പഞ്ചായത്തിന്റെ മാലിന്യ സംസ്കരണ പ്രവർത്തന റിപ്പോർട്ട് പ്രസിഡന്റ് സഭയിൽ അവതരിപ്പിച്ചു. കുട്ടികളുടെ പാനലാണ് ഹരിതസഭയുടെ നടപടിക്രമങ്ങൾ നിയന്ത്രിച്ചത്. വിവിധ വിദ്യാലയങ്ങളെ പ്രതിനിധീകരിച്ച് ഹരിതസഭാ പ്രതിനിധികളായ വിദ്യാർത്ഥികൾ സ്വന്തം വിദ്യാലയങ്ങളിലെയും പഞ്ചായത്തിലെ മുഴുവൻ വാർഡുകളിലെയും മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങൾ, ഗൃഹസമ്പർക്കം, പൊതുസ്ഥല പരിശോധന തുടങ്ങിയവ സംബന്ധിച്ച വിലയിരുത്തൽ അവതരിപ്പിച്ചു. റിപ്പോർട്ടിൽ പരാമർശിച്ച പോരായ്മകൾ, പരാതികൾ തുടങ്ങിയവയുടെ പരിഹാരത്തെക്കുറിച്ച് അധ്യക്ഷയായ വൈസ് പ്രസിഡന്റ് നിർദ്ദേശങ്ങൾ അറിയിച്ചു. സമഗ്ര ശുചിത്വവുമായി ബന്ധപ്പെട്ട കുട്ടികളുടെ ചോദ്യങ്ങൾക്ക് ജനപ്രതിനിധികൾ മറുപടി നൽകി. ഹരിതസഭയുടെ നിർദ്ദേശങ്ങൾ ഉൾക്കൊണ്ട് ശുചിത്വ പദ്ധതി പ്രവർത്തനങ്ങൾ പുനഃക്രമീകരിക്കുമെന്ന് ഭരണസമിതി അംഗങ്ങൾ അറിയിച്ചു. വിദഗ്ധ പാനൽ പ്രതിനിധികളായ മലമ്പുഴ ബ്ലോക്ക് പഞ്ചായത്ത് സീനിയർ എക്സ്റ്റൻഷൻ ഓഫീസർ ബി സുധ, JHI ശരണ്യ ഉണ്ണിത്താൻ എന്നിവർ ഹരിതസഭയുടെ വിലയിരുത്തൽ നടത്തി. പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി ബി വിനോദ് സ്വാഗതവും സെക്രട്ടറി TV ശ്രീകുമാരി നന്ദിയും പറഞ്ഞു. ബ്ലോക്ക് ഹരിതസഭ ഹാൾ തെങ്ങോലകളാൽ അലങ്കരിച്ചും ഹരിതസഭ ബോർഡ് സ്ഥാപിച്ചും കൊട്ടകൾ മെടഞ്ഞുണ്ടാക്കി അവയിൽ ഉപയോഗപ്രദവും പുനരുപയോഗപ്രദവുമായ പ്ലാസ്റ്റിക്കുകളും ചകിരി കൊണ്ട് നിർമ്മിച്ച അലങ്കാര വസ്തുക്കളാലും ഹരിത കർമ്മസേന ഹരിതാഭമാക്കി. കൂടാതെ പാഴ്വസ്തുക്കൾ തരംതിരിക്കുന്നതിനെ പറ്റിയുള്ള അറിവ് ഹരിതസഭയിൽ പങ്കെടുത്ത കുട്ടികൾക്ക് ഹരിത കർമ്മസേന അംഗങ്ങൾ നൽകി. സർട്ടിഫിക്കറ്റ് വിതരണവും നടന്നു. മാലിന്യ സംസ്കരണം സംബന്ധിച്ച മികവുറ്റ ആശയങ്ങൾ തുടങ്ങിയവ വിലയിരുത്തുമെന്നും തുടർ പ്രവർത്തനങ്ങൾക്ക് പ്രത്യേക പ്രോത്സാഹനം നൽകുമെന്നും പ്രസിഡന്റ് അറിയിച്ചു. വലിച്ചെറിയൽ വിരുദ്ധവാരം മാതൃകാ ജംഗ്ഷനായി ചന്തപ്പടി തിരഞ്ഞെടുത്ത് കുലുക്കിലിയാട്. മാലിന്യമുക്ത ഗ്രാമം കുലുക്കിലിയാട് വലിച്ചെറിയൽ വിരുദ്ധ വാരത്തിനോടനുബന്ധിച്ച് നടപ്പിലാക്കുന്ന മാലിന്യമുക്ത ഗ്രാമം കുലുക്കിലിയാട് ക്യാമ്പയിന്റെ ഭാഗമായി ചേർന്ന ജനകീയ യോഗം മാതൃകാ ജംഗ്ഷനായി കുലുക്കിലിയാട് ചന്തപ്പടി ജംഗ്ഷനെ തെരഞ്ഞെടുത്തു. ജംഗ്ഷനിലെ എല്ലാ കടകൾക്ക് മുമ്പിലും 2 പൂച്ചട്ടികൾ വീതം വെക്കാൻ തീരുമാനിച്ചു. ജംഗ്ഷൻ തൂത്തുവാരി വൃത്തിയാക്കാനും മിനി MCF-ഉം വെയിറ്റിംഗ് ഷെഡും പെയിന്റ് അടിച്ച് വൃത്തിയാക്കാനും തീരുമാനിച്ചു. ബോധവൽക്കരണ ക്യാമ്പുകൾ സംഘടിപ്പിക്കും. കോളനികൾ ശുചീകരിക്കും. ഓഡിറ്റോറിയങ്ങൾ, പള്ളികൾ, മദ്രസകൾ, അങ്കണവാടികൾ, സ്കൂളുകൾ തുടങ്ങിയ സ്ഥാപനങ്ങളിലെ പരിപാടികളിൽ സ്റ്റീൽ പ്ലേറ്റും ഗ്ലാസും പരമാവധി ഉപയോഗിക്കും. കടകളിൽ നിന്ന് സാധനങ്ങൾ വാങ്ങുന്നതിനായി എല്ലാവർക്കും സൗജന്യമായി തുണിസഞ്ചികൾ വിതരണം ചെയ്യും. ഹരിത കർമ്മസേനകൾക്ക് നൽകുന്ന പ്ലാസ്റ്റിക്കുകളും മറ്റും ഇട്ടുവെക്കുന്നതിനായി വലിയ തുണിസഞ്ചികൾ പഞ്ചായത്തിന്റെ സഹായത്തോടെ എല്ലാ വീടുകളിലും സൗജന്യമായി നൽകും. ജനകീയ ക്യാമ്പയിന്റെ സമാപന ദിവസമായ 26-ന് തൊഴിലുറപ്പ് തൊഴിലാളികൾ, കുടുംബശ്രീ, ഹരിത കർമ്മസേന, അങ്കണവാടി അധ്യാപകർ, ഹെൽപ്പർമാർ, ആശാവർക്കർമാർ, രാഷ്ട്രീയ പ്രവർത്തകർ, യുവജന ക്ലബ്ബുകൾ, സ്കൂളുകളിലെ സ്കൗട്ട് ആൻഡ് ഗൈഡ് യൂണിറ്റുകൾ, അധ്യാപകർ തുടങ്ങിയവരുടെ പങ്കാളിത്തത്തോടുകൂടി ജനകീയ ശുചീകരണവും നടത്തും. എല്ലാ വീടുകളിലും മെൻസ്ട്രൽ കപ്പ് സൗജന്യമായി നൽകും. വിദ്യാലയങ്ങളിൽ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിക്കും. മാലിന്യങ്ങൾ വലിച്ചെറിയുന്ന വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കുമെതിരെ കർശന നടപടി സ്വീകരിക്കും. മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടുന്ന സ്ഥലങ്ങൾ 24 മണിക്കൂറിനുള്ളിൽ ശുചീകരിക്കും. വാർഡംഗം ഉമ്മർകുന്നത്ത് അധ്യക്ഷനായി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കപ്പിനും ചുണ്ടിനുമിടയിൽ സ്വർണ്ണക്കപ്പ് കൈവിട്ട് പാലക്കാട്, കലാകിരീടം തൃശൂർ നേടി. മലയാളികളുടെ ആകാശ കാഴ്ചകളിൽ വിസ്മയം തീർത്ത് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം. കരിമ്പുഴയിൽ ഇനി അല്പം മധുരം നിറഞ്ഞ സേവനങ്ങൾ സ്വീകരിക്കാം. മലമ്പുഴ മറൈൻ അക്വേറിയം നവീകരിക്കുന്നു. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.